തുർക്കിയുമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി ഇറാഖിലെ കുർദിഷ് പോരാളികൾ ആയുധം ഉപേക്ഷിച്ചു തുടങ്ങി. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി നേതാവ് അബ്ദുള്ള ഒക്ലാന്റെ ആഹ്വാനത്തെ തുടർന്നാണ് നീക്കം. ഇതോടെ 4 പതിറ്റാണ്ടിനിടെ 40,000-ഓളം പേർ കൊല്ലപ്പെട്ട തുർക്കി കുർദ് സംഘർഷം അവസാനിക്കുന്നതിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. തുർക്കിയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കലാപം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ ഭാഗമായി കുർദിഷ് വർക്കേഴ്സ് പാർട്ടി പ്രവർത്തകർ തങ്ങളുടെ ആയുധങ്ങൾ കത്തിച്ചു. സെപ്റ്റംബറോടെ പൂർത്തിയാകാനിരിക്കുന്ന PKKയുടെ നിരായുധീകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു വടക്കൻ ഇറാഖിലെ ഈ പ്രതീകാത്മക ചടങ്ങ്. 1984-ൽ തെക്ക് കിഴക്കൻ തുർക്കിയിൽ സ്വതന്ത്ര കുർദിഷ് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുർദിഷ് സംഘം കലാപം ആരംഭിച്ചത്. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന സംഘർഷത്തിൽ 40,000-ത്തിലധികം പേർ മരിക്കുകയും വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ടാകുകയും സാമൂഹ്യ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. 4 പതിറ്റാണ്ട് നീണ്ട സായുധ പോരാട്ടത്തിന് ശേഷം കുർദിഷ് സംഘടനയായ PKK മെയിൽ പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചു. ഫെബ്രുവരിയിൽ ആയുധം താഴെവെക്കാനും സംഘടന മരവിപ്പിക്കാനും PKK സ്ഥാപക നേതാവ് അബ്ദുള്ള ഒക്ലാൻ തടവറയിൽ നിന്ന് ആഹ്വാനം ചെയ്തതിനു പിന്നാലെയായിരുന്നു ഈ നീക്കം. 1999 മുതൽ ഇസ്താംബൂളിനടുത്തുള്ള ഒരു ദ്വീപിൽ ഏകാന്ത തടവിലാണ് 75-കാരനായ ഒക്ലാൻ. ആയുധങ്ങളിലല്ല, രാഷ്ട്രീയത്തിന്റെയും സാമൂഹ്യ സമാധാനത്തിന്റെയും ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഒക്ലാൻ പറഞ്ഞിരുന്നു. ഒക്ടോബറിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ സഖ്യകക്ഷിയായ ഡേവ്ലറ്റ് ബഹ്സലി പാർലമെന്റിൽ അക്രമം ഉപേക്ഷിച്ച് PKK പിരിച്ചുവിട്ടാൽ ഒക്ലാന് പരോൾ അനുവദിക്കാമെന്ന് നിർദ്ദേശം മുന്നോട്ടുവച്ചിരുന്നു. PKKയുടെ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് വടക്കൻ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ കുർദിഷ് മേഖലയിലെ പർവ്വതനിരകളിൽ ആയുധങ്ങൾ കത്തിക്കുന്ന ചടങ്ങ് നടത്തിയത്. പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഏകദേശം 30ഓളം പേരാണ് തങ്ങളുടെ ആയുധങ്ങൾ കത്തിച്ചത്. ഇനി മുതൽ ജനാധിപത്യ രാഷ്ട്രീയത്തിലൂടെയും നിയമപരമായ മാർഗങ്ങളിലൂടെയും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് PKK പ്രസ്താവനയിൽ പറഞ്ഞു. നിരായുധീകരണത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. PKKയുടെ നിരായുധീകരണത്തിനും ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്കുമുള്ള പരിവർത്തനത്തിനും മേൽനോട്ടം വഹിക്കാൻ പാർലമെന്ററി കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. തുർക്കി, US, യൂറോപ്യൻ യൂണിയൻ, UK എന്നിവിടങ്ങളിൽ PKKയെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖ്, സിറിയ, ഇറാൻ എന്നിവിടങ്ങളിലും PKKയുടെ നിരായുധീകരണം ഉണ്ടാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.